എല്ലാ വീട്ടിലും വൈദ്യുതി, കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി കലാജാഥയ്ക്ക് കുന്നമംഗലം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. ഫെബ്രുവരി 26-ന് പേരാമ്പ്രയിൽ നിന്നും ആരംഭിച്ച കലാജാഥ 28-ന് നന്മണ്ട, കൊടുവള്ളി, മുക്കം, കുന്നമംഗലം, അരീക്കാട് കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത മാർച്ച് 31 മുമ്പായി നമ്മുടെ നാട്ടിൽ നാളെ മുതൽ ഒരു കുട്ടി പോലും ഇനി മണ്ണെണ്ണ വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ മണ്ണെണ്ണ വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് പഠിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി പോലും ഇനി മെഴുകുതിരിയുടെ വെട്ടത്തിലിരുന്ന് പഠിക്കാൻ പാടില്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെളിച്ചം, ഈ വൈദ്യുതി വെളിച്ചം മുഴുവൻ വീടുകളിൽ എത്തിക്കാൻ, അവിടെ സൗജന്യമായി വൈദ്യുതി കൊടുക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാണ്, ഇലക്ട്രിസിറ്റി ബോർഡ് തയ്യാറാണ്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാ ആളുകളും വ്യാപൃതരാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പറയാനുള്ള ഒരു കാര്യം. കെഎസ്ഇബി എഇഇ സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ പുഷ്പൻ വിശദീകരണം നടത്തി. തുടർന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സംസ്ഥാനമാകെ 7 മേഖലകളാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സ്വീകരണ കേന്ദ്രങ്ങൾ ഒരുക്കിയാണ് കലാജാഥ പ്രയാണം തുടരുന്നത്. മാർച്ച് 2-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.